ാണ് കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതിൽ അടിയന്തര യോഗം വിളിച്ച് ജില്ലാ കളക്ടർ. ദേശീയപാത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ഇന്ന് കളക്ടറേറ്റിൽ ചേരുകയാണ്. ദേശീയപാതയിൽ കൊട്ടിയം മൈലക്കാട് ഉയർപാതയുടെ നിർമ്മാണം നടക്കുന്ന ഇടത്തായിരുന്നു ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി അപകടം സംഭവിച്ചത്. വിവരങ്ങളുമായി മനോജ് നമുക്കൊപ്പം ചേരുകയാണ്. മനോജ്, ഇന്ന് എന്തായാലും യോഗം കളക്ടറേറ്റിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് യോഗം? എപ്പോഴാണ് യോഗം? രാഖി, ഇന്ന് ഈ അപകടം സംഭവിച്ചിട്ടുള്ള ശേഷം ദേശീയപാത അതോറിറ്റിയുടെ ഈ അധികൃതരും കളക്ടറും ഒക്കെ ചേർന്നുകൊണ്ട് ജനപ്രതിനിധികളുമൊക്കെ ചേർന്നുകൊണ്ട് യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ സംഭവം, അതായത് ഈ ദേശീയപാത നിർമ്മാണത്തിലിരിക്കെ തന്നെ സംരക്ഷണ ഭിത്തിയോടുകൂടി തകർന്നു വീണ സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ മണ്ണ് മാറ്റുന്ന, അതായത് ഈ ഇടിഞ്ഞു വീണ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന സ്ഥലത്താണ് ഉള്ളത്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നും മണ്ണ് മാറ്റുകയാണ്. വലിയ തരത്തിലുള്ള ഒരു അപകടം, അതായത് വാഹനങ്ങൾ നിരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. ഈ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞ്, അതായത് ഉള്ളിൽ നിന്നും മണ്ണ് പുറത്തോട്ട് തള്ളുകയും ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് റോഡിലേക്ക് വരികയും ഈ റോഡ് പിളർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പല ഭാഗത്തായി, അതായത് ഇപ്പോൾ ഈ മണ്ണ് കിടക്കുന്നതിന് അടിയിലൊക്കെ തന്നെ പല ഭാഗത്തായി റോഡ് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ 4ലധികം വാഹനങ്ങളും ഇതിനിടയിൽ കുടുങ്ങിക്കിടന്നു, അതായത് സ്കൂൾ ബസ് ഉൾപ്പെടെ കുടുങ്ങിക്കിടന്നു എന്നുള്ളതാണ്. അതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ സർവീസ് റോഡാണ്. റോഡ് വിണ്ടുകീറി പല ഭാഗങ്ങളിലായി വിണ്ടുകീറി പോയിരിക്കുന്നു. അത് വലിയൊരു അപകടമാണ്. അതായത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഈ ബസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു അപകടമുണ്ടാകുന്നത്. എന്തായാലും നമുക്ക് ഇതിൽ കാണുന്നത് പോലെ തന്നെ ഈ സിമൻറ്റ്, ഈ കോൺക്രീറ്റ് പാളികൾ, അതായത് ഈ സിമൻറ്റ് പാളികളാണ് ഈ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംരക്ഷണ ഭിത്തി തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുള്ളിലാണ് ഈ മണ്ണുള്ളത്. അപ്പോൾ ഈ മണ്ണ് തള്ളിയപ്പോഴാണ് ഈ സംരക്ഷണ ഭിത്തി ചരിയുകയും തുടർന്ന് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ കളക്ടർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി കൃത്യമായി അത് വിലയിരുത്തിയിട്ടുണ്ട്. കരാർ കമ്പനിയുടെ പിഴവ് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം, അതായത് ഇത്രയും ഉയരത്തിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ അതിൽ ഒന്നുകിൽ ഫില്ലർ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് തരത്തിൽ, അതായത് അപകടങ്ങൾ സംഭവിക്കാത്ത രീതിയിൽ വേണം ഇതിൻ്റെ നിർമ്മാണം നടത്താൻ എന്നുള്ളത് നാട്ടുകാർ ആരോപിച്ചിരുന്നു. എന്തായാലും നാട്ടുകാർ പറയുന്നത് ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പിഴവാണ് സംഭവിച്ചതെന്ന്. കൃത്യമായും അതിൽ മേൽനോട്ടം വഹിക്കേണ്ട ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരാർ കമ്പനി ശിവാലയ കൺസ്ട്രക്ഷൻസ് ആണ്. ആ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിഴവ് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ ഈ പാത പുനർനിർമ്മിക്കുവാനുള്ള നിർദ്ദേശം ദേശീയപാത അതോറിറ്റി അധികൃതർ ഈ കരാർ കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പ്രധാന പാതയാണ്, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലത്തേക്ക് എത്തുമ്പോഴുള്ള ഈ ദേശീയപാത നിർമ്മാണത്തിലിരിക്കുന്ന ഈ പ്രധാന പാത നിരവധി ബസ്സുകൾ അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങൾ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഇങ്ങനെ ഒരു അപകടം നടന്നിരിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ തന്നെ, അതായത് ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു വയൽ പ്രദേശമാണ്. അപ്പോൾ ഇത് ഈ ആഘാതത്തിൽ തന്നെ ഇത് വിണ്ട് കീറി പോയിരിക്കുന്നു. ഈ പ്രദേശഭാഗം തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയേറെ ആഘാതം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ഇവിടേക്ക് എത്തി ആളുകളൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. അതിനുശേഷം ഫയർഫോഴ്സൊക്കെ എത്തിയാണ് ഇവിടെ നിന്നും പിന്നീട് ഈ വാഹനങ്ങളൊക്കെ മാറ്റിയത്. ഈ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. കാരണം ഇപ്പോൾ ഈ പാതയിലൂടെയുള്ള ഗതാഗതം അത് പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് ഇപ്പോൾ കടന്നു പോകാൻ പറ്റില്ല. ഇതിന് മറുവശത്തുകൂടെയുള്ള പാതയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായൊരു നടപടി വേണമെന്ന് തന്നെയാണ് ഉയരുന്ന ആവശ്യം. കാരണം ഈ ദേശീയപാത നിർമ്മാണം തുടർന്നുകൊണ്ട് പോകവേ തന്നെ കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള മേൽനോട്ടം കൃത്യമായി വന്നില്ലയോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെ
അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇത് പുനർനിർമ്മിക്കുവാനുള്ള അടിയന്തരമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ തുടരണമെന്ന് നിർദ്ദേശമടക്കം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ മറ്റ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള മണ്ണ് മുഴുവനായും മാറ്റുവാനാണ് ഇപ്പോൾ ഈ ശ്രമം തുടരുന്നത്. മണ്ണ് മാറ്റി അതിനുശേഷമാകും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുക. പക്ഷേ ഇനിയും ഈ അപകടക്കണി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കുറച്ച് നാട്ടുകാരും കൂടെ ഇവിടെയുണ്ട്. ചേട്ടാ, ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് ഉണ്ടായിരുന്നു. ഇന്നലത്തെ എൻ്റെ ലൈവിൽ ഇതിലുണ്ടല്ലോ. പിന്നെ എന്തായാലും എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് നിങ്ങൾ വന്നപ്പോൾ? ഇവിടെ ഞങ്ങൾ പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നടന്ന് സംഭവിക്കുമ്പോൾ തന്നെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഓടി വരുന്നത്. കാര്യം റോഡിൽ നിന്ന് തെന്നി മാറി നിൽക്കുന്നത് സ്കൂൾ ബസ്. അതുപോലെ ഒരു 26ഓളം പിള്ളേരുണ്ടായിരുന്നു, പൊടി കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്ക് പിന്നെ അന്നേരമാണ് ഈ ഭീകരത മനസ്സിലായത്. മതിൽ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് തൊട്ടടുത്തുള്ള ആ ഗ്രൗണ്ടിലോട്ട് അവിടെ മാറ്റി നിർത്തി. ആ സമയം കൊണ്ട് വണ്ടി ഒരു നല്ല രീതിയിൽ അങ്ങ് ചരിഞ്ഞു. അതിനുശേഷം ഒരു 2 കാർ എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരെ മാറ്റിയിട്ട് അവരെല്ലാം മാറി. പിന്നെ കാറൊന്നും എടുത്ത് മാറ്റാക്കത്തില്ല. കുട്ടികളെല്ലാം മാറ്റി സേഫായിട്ട് മാറ്റി. അവരുടെ ലഗേജുകൾ മാത്രം വണ്ടിയിലിരുന്നു. പിന്നെ ഈ നോക്കിയാണ് പെട്ടെന്ന് ഇത് ഇങ്ങോട്ട് ഒരു വലിയൊരു ശബ്ദത്തോടു കൂടി എർത്തിക്ക് കൊണ്ടാവുന്ന കണക്കുള്ള ഒരു അനുഭവമാണ് പിന്നെ ഉണ്ടായത്. ഇത് മണ്ണ് അങ്ങോട്ട് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. കലങ്ങുൾപ്പെടെ ആ കെട്ടിയ കലങ്ങുൾപ്പെടെ മണ്ണ് തെന്നി മാറിയിട്ടാണ് ഈ മതിൽ താന്ന് വരുന്നത്. അതുകൊണ്ട് ഭൂമി കുലുക്കം പോലെയാണ് അത്. ഈ റോഡിന്റെ മറുവശം ഒരു വയൽ പ്രദേശമാണല്ലേ? അത് ഫുൾ ഇവിടെ ചതുപ്പ് പ്രദേശമാണ്. ഇത് നേരത്തെ നമ്മൾ പലയിടത്തും ഇവിടെ പരാതിപ്പെട്ടതുമാണ്. ഇവിടെ ഇത് ഒക്കത്തില്ല, ഇതിൽ പില്ലറിൽ ചെയ്ത് പാലം കൊണ്ട് ഈ ചതുപ്പ് പ്രദേശത്തല്ലെങ്കിലും സിതാര ജംഗ്ഷൻ തൊട്ട് ഇങ്ങോട്ടുള്ളത് ഇത് പാലത്തിൽ നിർത്തിയെങ്കിൽ മാത്രമേ, മേലേക്കാട് ജംഗ്ഷൻ വരെ പാലത്തിൽ നിർത്തിയെങ്കിൽ മാത്രമേ ഇത് നടക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രക്ഷോഭണമൊക്കെ നടത്തിയതാണ് നേരത്തെ. ഇതിൽ തന്നെ ഈ കരാർ കമ്പനിയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള ഒരു പിഴവ് തന്നെ ആയിരിക്കുമോ? നമുക്ക് ഇത് കാണാൻ സാധിക്കും, മണ്ണാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാളികൾ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഈ കരാർ കമ്പനിയുടെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ഇത് ശാസ്ത്രീയമായിട്ട് ഇത് ഇപ്പോഴും തന്നെ നമുക്ക് ക്യാമറ കൊണ്ട് തിരിക്കുകയാണെങ്കിൽ കാണാം. ഈ മണ്ണ് ഇത്രയും ഈ ഒരു 6 മാസമായിട്ട് ഇതുവരെ മണ്ണ് സെറ്റായിട്ടില്ല. ഈ മണ്ണ് പൂഴി മണ്ണ് പോലെ തന്നെ കിടക്കുകയാണ്. ഇതിന് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇതുപോലെ തന്നെ കിടക്കത്തതേ ഉള്ളൂ. ഇത് ഈ മണ്ണും ഇതുമായിട്ട് വല്ല ഇണക്കൊണ്ടോ നിൽക്കണേ. മണ്ണ് മൊത്തവും ഒരു മണ്ണ് പരിശോധന നടത്തതാണ്. ഇവിടെ കൃഷി ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് വണ്ടിക്കാർ ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോയ സ്ഥലമാണ്. ഇത് വയലാണ്. അങ്ങ് അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ. പിന്നെ അപ്പുറത്ത് ആറാ. ഇവിടെയാണ് ഇവർ ഈ റോഡ് പണി രാത്രി കൊണ്ട് തട്ടിക്കൂട്ടി ഒരു പരിപാടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല വലിയൊരു അപകടമാണ് വലിയൊരു അപകടം ഒഴിവായത്. ആ പിള്ളേർ ആ സ്കൂൾ വണ്ടി ആ സമയത്ത് ഇവിടെ എത്താതെ വേറെ സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് വണ്ടി വരാതിരുന്നതും വലിയൊരു രക്ഷഭാഗ്യമാണ്. അല്ലെങ്കിൽ വലിയൊരു ദുരിതമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ എത്ര വണ്ടികൾ ഇവിടെ നിന്ന് കെട്ടിവലിച്ച് മാറ്റിയത്. വന്ന് പറഞ്ഞ് ജപ്പാൻകുടിയുടെ 10 തര മേളിലാണ് ഇത് നിൽക്കുന്നതെന്ന് പറയുന്നത്. ജപ്പാൻകുടിയുടെ 10 തര മേളിലേക്കാണെങ്കിൽ ഈ പൈപ്പ് പൊട്ടുമ്പോൾ തന്നെ ഈ റോഡ് മൊത്തം റോഡിൽ പോകത്തില്ലേ? വെള്ളമായിരുന്നു ഇവിടെ മൊത്തം വെള്ളമായിരുന്നു സാർ. മൊത്തത്തിൽ വെള്ളത്തിൽ കളിക്കായിരുന്നു. ഞങ്ങളെല്ലാം ഇന്നലെ വണ്ടി വന്നപ്പോൾ ഇവിടം വരെ വെള്ളമായിരുന്നു, മുട്ടിന് ഭാഗം വരെ. തീർച്ചയായും അതുതന്നെയാണ് നാട്ടുകാരൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തുമ്പോൾ അത് ചതുപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ പില്ലർ അടിച്ചുകൊണ്ട് പാലം പണിയാനാണ് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത്. അതായത് ഇത്തരത്തിലൊരു മണ്ണ് ഇതിനകത്ത് നിറയ്ക്കുമ്പോൾ മണ്ണും ഈ ഭിത്തിയുമായി ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ആ മണ്ണ് ചതുപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണ് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ളിലുണ്ടായിട്ടുള്ള പ്രഷർ തന്നെയാണ് ഇത് പുറത്തേക്ക് തള്ളാൻ കാരണമായതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ സർവീസ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഈ ഭിത്തി വലിയൊരു ഭാഗം തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പാളികളൊക്കെ അടർന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൽ അടിയന്തര നടപടി തന്നെയാണ്. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലാ കളക്ടർ സ്ഥലത്ത് നിന്നുള്ള പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള പ്രതികരണങ്ങളുമാണ് മനോജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.